ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. പറഞ്ഞ മാതിരി നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇതുവരെ വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. സെപ്റ്റംബർ മാസത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്, അത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ സ്കോർപ്പിയോ, നമ്മൾക്ക് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ സ്കോർപ്പിയോ, നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് മെസ്സേജ്? പാസ്റ്റിൽ ഉള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ സെപ്റ്റംബറുടെ കറണ്ട് എനർജി എന്താണ്? കറണ്ട് സെപ്റ്റംബർ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ്. ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജിയാണ് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ചാലഞ്ച്, നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ ചാലഞ്ചാണ് ടവർ. നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങളുടെ അഡ്വൈസാണ് ഹാങ്ഡ് വൺ. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് സെപ്റ്റംബർ മാസത്തിൻ്റെ എംപ്രസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. എംപ്രസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ എംപ്രസ് ഒരു കുറേ ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാം. അതർവൈസ് ഇത് എന്തെങ്കിലും നിങ്ങൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ, കരിയറിൽ, റിലേഷൻഷിപ്പിൽ. അത് കുറേ ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നുണ്ട്, കുറേ സക്സസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ എംപ്രസ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്, ഗ്രോത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഓവറോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ ഒരു വെരി പോസിറ്റീവ് എനർജിയാണ്. സെപ്റ്റംബർ മാസം എംപ്രസ് എനർജി ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളോട് അട്രാക്റ്റ് ആവണേ പറഞ്ഞാൽ ഈ സമയം കുറേ ഒരു നിങ്ങളുടെ എനർജി അത്ര അട്രാക്റ്റീവ് ആണ്. അപ്പോൾ കുറേ മെസ്സേജസ് ഉണ്ടാവും, കുറേ ആൾക്കാർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും കോഫിക്ക് വേണ്ടിയിട്ട്, ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഒരു ഫ്ലേർട്ടേഷ്യസ് എനർജി ഞാൻ കുറേ കാണുന്നുണ്ട് ഈ മാസം. നൈൻ ഓഫ് പെൻറ്റക്കിൾസ്. ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം കുറേ പോസിറ്റീവാണ്, കുറേ അബണ്ടൻസ് ഉള്ള സമയമാണ്. പക്ഷെ നിങ്ങൾ സിംഗിൾ എനർജിയിലാണ് ഞാൻ കാണുന്നത്. കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം റൊമാൻറ്റിക്കലി ഞാൻ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൽ. ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. അപ്പോൾ ഇത് പൈസീസിൻ്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്, കുറേ ഒരു സ്പിരിച്വാലിറ്റിയുടെ എനർജിയും കൂടിയാണ്. പക്ഷെ കുറേ ഒരു സൈലൻറ്റ് എനർജിയാണ്, മിസ്റ്റീരിയസ് എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ എനർജിയിലായിരുന്നു നിങ്ങളും ഒരു പേഴ്സൺ. ഇവിടെ എംപ്രർ ഏരീസ് എനർജി കാണാണ്ട് മേ ബി നിങ്ങളും ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ടാവാം. ഓറെൽസ് ഇവിടെ ഒരു സീക്രട്ട് അഫെയർ ഞാൻ കാണുന്നുണ്ട്. 3 ഓഫ് കപ്സ് ഒരു സീക്രട്ട് ഫീലിങ്സും ആവാം. നിങ്ങൾക്ക് മേ ബി ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ രണ്ടാളും അത് ഓപ്പണായി സംസാരിച്ചില്ല, ഡിസ്കസ് ചെയ്തില്ല. ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഓറെൽസ് നിങ്ങൾ രണ്ടാളും സീക്രറ്റ്ലി ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആർക്കും അറിയിക്കാണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ബോസ് ആവാം, ഇല്ലച്ചാൽ നിങ്ങളുടെ കലീഗ് ആവാം. ആൻഡ് നിങ്ങൾക്ക് ആരോടും ഇത് പറയണം എന്നുണ്ടാവില്ല. മേ ബി വർക്ക് റൂൾസ് ആയിരിക്കാം.
പക്ഷെ എന്തായാലും ഇവിടെ ഞാൻ എന്തോ ഒരു മിസ്റ്ററി കാണാണ്ട്, ഈ മിസ്റ്റീരിയസ് ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. വെരി ഫ്യൂ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, പക്ഷെ അതും ഒരു സീക്രട്ട് ആണ്. ഓക്കെ, പക്ഷെ അത് എല്ലാവർക്കും ബാധിക്കില്ല. എനിക്ക് തോന്നുന്നു ജസ്റ്റ് മേ ബി 0.1% ആർക്കോ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ പേഴ്സൺ നിങ്ങളോട് ഇത് ഒളിപ്പിച്ചിട്ടാണ് വെക്കണേ, ഓർഎൽസ് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണോട് ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ മേ ബി രണ്ടാൾക്കാരെ ഒരുമിച്ച് ഡേറ്റ് ചെയ്യുന്നുണ്ടാവും കാഷ്വൽ ആയിട്ട്, അത് മറ്റേ പേഴ്സൺ അറിയില്ല. ഓർഎൽസ് ഈ പേഴ്സൺ രണ്ടാളെ ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് കറന്റ് എനർജി. ഇതൊരു ഫയർ സൈൻ ആണ് ആദ്യം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കുറെ ഒരു പാഷന്റെ എനർജിയാണ് ഇത്, കോൺഫിഡൻസിന്റെ എനർജിയാണ്. പക്ഷെ ഇവിടെ 10 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഈ 10 ഓഫ് വാൻഡ്സ് ആൻഡ് ക്വീൻ ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? 10 ഓഫ് സോർഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ എന്തോ ഒരു ബേർഡൻ ഫൈനലി നിങ്ങൾ റിലീസാണ് ചെയ്യണത് സെപ്റ്റംബർ മാസത്തിൽ. ഇതൊരു ബിട്രിയൽ മാതിരിയായിരുന്നു. എന്നുവെച്ചാൽ 10 ഓഫ് സോർഡ്സിൽ എവറിത്തിങ് ഇസ് ഫൈൻ ആണ് എഴുതിയിരിക്കണേ. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ പാസ്റ്റിൽ, ഓർഎൽസ് ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ ഇത് ഒരു എനർജി ഓഫ് ബിട്രിയൽ ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ എന്തോ റിലീസാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മേ ബി ഈ പേഴ്സൺ വേറെ ആരോ ഡേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് അത് അറിയുണ്ടാവില്ല. അതറിയുമ്പോൾ നിങ്ങളത് കുറെ ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഓർഎൽസ് എന്തോ ഒരു കാര്യം റിവീൽ ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് കാർഡ് ഒരു റെന്യൂവലിന്റെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പ് റെന്യൂ ആവണം എന്നല്ല ഞാൻ പറയണേ, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്. എന്നുവെച്ചാൽ നിങ്ങൾ മുമ്പേ ഒരു വേറെ ടൈപ്പ് ഓഫ് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അത് വർക്ക്ഔട്ട് ചെയ്തില്ല. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഈ ജഡ്ജ്മെന്റ് എന്താണ്? നിങ്ങൾ ഫൈനലി ഈ പേഴ്സണെ കുറച്ച് എന്തെങ്കിലും ജഡ്ജ്മെന്റ്സ് ഉണ്ടാച്ചാലും അതൊക്കെ റിലീസാണ് ചെയ്യണത്. നിങ്ങൾ മുമ്പോട്ടാണ് പോണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താ ഉണ്ടാവണ്ടേ, നെക്സ്റ്റ് എനിക്ക് എന്താ ചെയ്യണ്ടേ, എന്താണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വിചാരം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിലതാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ആണ് ചെയ്യണത്. ആൻഡ് ഹീലിംഗ്, ഇവിടെ ഹീലിംഗ് എനർജി ഉണ്ട്, ടെമ്പറൻസ് എനർജി, സാജിറ്റേറിയസ് എനർജി. നിങ്ങൾ ഫൈനലി എന്തോ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് ടവർ. ഇത് സ്കോർപ്പിയോയുടെ തന്നെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, സഡൻ ഷോക്കിംഗ് എൻഡിങ് ആയിരിക്കും, അൺഎക്സ്പെക്റ്റഡ് എൻഡിങ് ആണ് ഇത്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ നിങ്ങളത് ഒരു ഷോക്കായിട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്. സ്റ്റാർ ഇവിടെ അക്വേറിയസ് എനർജിയാണ്, പക്ഷേ ഇത് ഹീലിംഗിന്റെ എനർജിയും കൂടിയാണ്. അതാണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങൾക്ക് ഇതിന് ഹീൽ ചെയ്യാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് എൻഡിങ് ആയിരുന്നു. നിങ്ങളുടെ അഡ്വൈസ് ആണ് ഹാങ്ഡ് വൺ. അപ്പോൾ അഡ്വൈസിൽ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് ഈ സമയം ഹീൽ ചെയ്യാൻ ഫോക്കസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ള പെയിൻ, ഡിസപ്പോയിൻമെന്റ് അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിന് കാര്യങ്ങൾ കാണുക. എന്നുവെച്ചാൽ ഇവിടെ ഇമോഷണലി കുറച്ച് നിങ്ങൾ ഒരു ഡൗൺ ആണ്. ഓക്കെ, ആൻഡ് അതാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ഇമോഷണൽ ഹീലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിന് ആ മനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നോക്കുക, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാം. എന്നുവെച്ചാൽ ഇത് ഒരു എൻഡ് ഓഫ് ദ വേൾഡ് അല്ല, അങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ 10 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെയാണ് ഒരു ബിട്രിയൽ ഉണ്ടാവുമ്പോൾ ആർക്കും അത് ഹിറ്റാവും. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറയണത് നിങ്ങളുടെ ലേണിംഗ്, നിങ്ങളുടെ ഇതിൽ എന്താ ലെസൺസ് ലേൺ ചെയ്ത് വെച്ചാൽ അതൊരു ലെസൺ ആയിട്ട് എടുക്കാൻ മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ നമ്മളുടെ കൺട്രോളിൽ അത്രയേ ഉള്ളൂ, നമ്മൾക്ക് ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ കൂടുതൽ നമ്മളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമ്മൾക്ക് തന്നെ ബാധിക്കുക. അപ്പോൾ ബെറ്റർ ടു മൂവ് ഓൺ, അതാണ് ഇവിടെ അഡ്വൈസ്. ആൻഡ് നിങ്ങൾക്ക് എത്രയും സമയം വേണമെച്ചാൽ അത്രയും സമയം എടുക്കുക. എന്നുവെച്ചാൽ ചില സൈറ്റ്സിൽ ഇല്ലെങ്കിൽ ചില നമ്മളുടെ ചുറ്റുഭാഗത്തിലെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇതുവരെ നീ ഹീൽ ചെയ്തില്ലേ, ഇതുവരെ നീ ആ പേഴ്സണെ കുറിച്ചാണോ ആലോചിക്കണേ. അതൊക്കെ പറയാൻ ഈസിയാണ്, പക്ഷെ
ഹീലിംഗിന് വേണ്ടിയിട്ട് ഒരു സമയമൊന്നുമില്ല, ഒരു ഫിക്സ്ഡ് ടൈം ഒന്നുമില്ല. എല്ലാവർക്കും അത് യുനോ ഡിഫറെൻറ്റ് വേയിലാണ് ഹിറ്റ് ചെയ്യുക. അപ്പോൾ ചിലവർക്ക് അത് വേഗം ഹീൽ ചെയ്യും, 3 months ഹീൽ ചെയ്യും, ചിലവർക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ വെച്ചാൽ അങ്ങനെ സമയം എടുക്കുക എന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ പേജ് ഓഫ് കപ്സ് ആണ്. ഇതൊരു എപ്പോളജി ആയിരിക്കാം, അതല്ല ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ക്രഷ് ആയിരിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ നെക്സ്റ്റ് പേഴ്സൺ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകും പറഞ്ഞാൽ ഈ പേഴ്സൺ കുറേ ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്, കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് വരാൻ പോണത് നിങ്ങളുടെ നെക്സ്റ്റ് പേഴ്സൺ. ആൻഡ് ഈ പേഴ്സണെ നിങ്ങൾ ചിലപ്പോൾ സെപ്റ്റംബറിൽ മീറ്റ് ചെയ്യും, അങ്ങനെ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിന് കുറച്ച് സമയം എടുക്കും ടേക്ക് ഓഫ് ചെയ്യാൻ. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ പറഞ്ഞ മാതിരി വേറെ ഒരു എനർജിയിലാണ്, ലവിൽ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ കുറെ ഗ്രൗണ്ടഡ് ആണ്, മെച്ചോർ ആണ്, ആൻഡ് അവർ വെയിറ്റ് ചെയ്യാനും റെഡിയാണ്. എന്നുവെച്ചാൽ അവർക്കൊരു ഹറി ഇല്ല, അവർ റഷിലല്ല, അവർ എല്ലാം വെയിറ്റ് ചെയ്യും നിങ്ങൾ ഹീൽ ചെയ്യണ വരെ. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ ആ മുമ്പത്തെ മാതിരി നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, മുമ്പത്തെ മാതിരി ആ എനർജി തിരിച്ചു വരുമ്പോൾ ഈ കാര്യം മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? ഇവിടെ ഔട്ട്കം ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് സ്വോർഡ്സ്. ഇതൊരു ഇൻഫർമേഷൻ്റെ എനർജിയാണ്, ഒരു ഗോസിപ്പിൻ്റെ എനർജിയാണ്. എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ പേജ് ഓഫ് സ്വോർഡ്സ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. ഈ ക്വീൻ ഓഫ് കപ്സ് എന്താണ്? പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇത് ഇൻഫർമേഷൻ അല്ല വെച്ചാൽ മേ ബി കുറേ ആൾക്കാരെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം നിങ്ങളൊരു കുറേ ഒരു അട്രാക്റ്റീവ് എനർജിയിലാണ്. അപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇതൊരു റൊമാൻറ്റിക് ഓഫർ ആവണം തന്നെ ഇല്ല, കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓഫേഴ്സ് ഉണ്ടാവും, കുറേ ഇങ്ങനെ പുറത്ത് പോണ ഓഫേഴ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യണ കുറേ പ്ലാൻസ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പക്ഷേ സ്പോട്ട് ലൈറ്റിലാണ്. കുറേ ആൾക്കാർ നിങ്ങളുടെ എനർജി കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റ് ആവും. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഇതൊരു ബിസി ലൈഫാണ് നിങ്ങളുടെ ഈ മാസം ഔട്ട്കം ആയിട്ട്. ആൻഡ് 8 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ സക്സസ് ഉണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതല്ലാണ്ട് എന്തോ ഒരു ഇൻഫർമേഷനും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിസി മന്ത് ആണ്. യെസ്, അതിൽ കുറച്ചൊരു സെറ്റ് ബാക്ക് ഉണ്ട്, പക്ഷേ അതൊരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫാണ്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ ഒറക്കിൾ മെസ്സേജ് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ആൻഡ് ഇത് സ്കോർപ്പിയോയുടെ തന്നെ കാർഡാണ്. അപ്പോൾ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ എഴുതിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാർഡ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് ഇല്ല, ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ജഡ്ജ്മെന്റ് കാർഡാണ്. അത് നിങ്ങൾ നെഗറ്റിവിറ്റി റിലീസാണ് ചെയ്യണേ. നിങ്ങളെ കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ഇല്ല, വേറെ ആൾക്കാരുടെ കുറച്ച് എന്തെങ്കിലും നെഗറ്റീവായി നിങ്ങളുടെ മനസ്സിലുണ്ട് വെച്ചാൽ ഈ മാസം നിങ്ങൾ അതൊക്കെ റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക്, ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് പോവാം. ആൻഡ് നിങ്ങൾക്ക് വരാൻ പോണ ടൈം അതും ഒരു നല്ല സമയമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയൊക്കെ ലെറ്റ് ഗോ ചെയ്യുക വൺസ് ആൻഡ് ഫോർ ഓൾ. അങ്ങനെ നിങ്ങൾക്കൊരു ഫ്രഷ് ന്യൂ ബിഗിനിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ ആൻഡ് വെബ്സൈറ്റ് രണ്ടും സ്ക്രീനിലുണ്ട്, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുക, അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. കമൻറ്റ് ചെയ്യുക, ഇത് റെസനേറ്റ് ആയോ ഇല്ലയെന്ന് പറയുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.